ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് ഇപ്പം മണി 11:30 ഇവിടെ ഒരാൾ കിടന്നിട്ട് ഞാൻ പറയുന്നത് റിപ്പീറ്റ് പറയുക. പുതിയ ഒന്ന് പറഞ്ഞടാ. ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചണിൽ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാ. കപ്പ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്നും. പിന്നെന്തുവാ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഞാൻ നേരത്തെ എടുത്തു. ഇവനെ പഠിപ്പിക്കണമായിരുന്നു. അവന് നാളെ ഹിന്ദിയാ. ഞാനും ഹിന്ദി പോവാ കുച്ചു പോവാ എന്നൊക്കെ എല്ലാം ചെയ്യിപ്പിച്ചപ്പോൾ സമയം കുറേ ആയി. അവൻ ഉറക്കം വന്ന് തൂങ്ങുന്നു. അല്ലാത്തപ്പോൾ അവൻ പപ്പ ഇതുവരെ ഇങ്ങ് എത്തിയില്ല. അവൻ ഉറങ്ങത്തില്ല. ഇപ്പം പഠിക്കണമെന്നുള്ളത് കൊണ്ട് അവന് ഉറക്കം വന്നു, ഭയങ്കര ഉറക്കം. പോളുമോൻ അവിടെ ഇപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ. അവന് പകൽ ഇവർക്ക് ആക്കും പകലില്ല, രാത്രി കള്ളപ്പിടുത്തമായി ഉമ്മാരൊക്കെ. ഇനിയിപ്പോൾ കിടക്കാൻ പറയും. ഇവിടുത്തെയൊക്കെ കിടപ്പ് ഈ സമയമൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉച്ചയേരമൊക്കെ അങ്ങ് ഇരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് ഇനിയും പോകാം. ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണേ. അപ്പം ഗീതയെ ചോദിച്ചായിരുന്നു ഞാൻ ഇന്നലെ പൂരി ഉണ്ടാക്കി. ഞാൻ പറയതിൽ പൂരി ഉണ്ടാക്കുമ്പോൾ അമ്മയെ ഞാനിപ്പോഴും ഓർക്കുന്നു. എപ്പോഴും നമ്മൾ ഒരു ദിവസം പോലും അമ്മമാരെ ഓർക്കാത്ത ദിവസം കാണത്തില്ല. എന്തെങ്കിലും വെറുതെ ഇരിക്കുവാന്നേലും നമ്മളൊന്ന് ഓർത്തു പോകും അല്ലേ. അപ്പം തലയൊക്കെ ഇങ്ങനെ ചീവിയിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ ചട്ടിത്തലയായിട്ടിരിക്കുന്നത്. ബോ വെച്ചില്ല അതാ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഓക്കെ. ഇന്ന് രാവിലെ പാവ് ഭാജിയുടെ ബാജി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പം മുട്ടക്കാരൻ ഇന്നലെ വന്നെ പാവില്ലായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്രെഡ് വാങ്ങിച്ചു. അതുകൊണ്ട് എനിക്ക് രാവിലെ അങ്ങനെ ജോലിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ ചായയൊക്കെ അങ്ങ് ഉണ്ടാക്കി. അതിനുശേഷം രാവിലെ അതിൽ കിടന്ന പാത്രങ്ങളെല്ലാം എടുത്തങ്ങ് അതാ സ്ഥാനത്ത് വെച്ചു. പിന്നെ കുടിക്കാനങ്ങ് വെള്ളം വെച്ച്, പിന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് കുടിക്കാൻ വെള്ളം കൂടെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കഴിക്കാനായിട്ട് എടുത്തത്. അപ്പം ബ്രെഡ് എനിക്ക് പാവിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ബ്രെഡും ഇതുകൂടാ. അപ്പോൾ ഇന്നലെ കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു, അതൊക്കെ എടുത്തൊന്ന് വെക്കണം. തുമരപ്പരിപ്പ് 160, ഇതിനെത്ര 120, ഉഴുന്നുപരിപ്പ് 150, സവാള 40, പൊട്ടറ്റോ 40. ഇന്ന് പോൾമോന് പ്രാക്ടിക്കലുണ്ട്. റീച്ചാൻ നേരത്തെ പോയി. റീസനെ ഞാൻ കൊണ്ടുപോകണം. അപ്പോൾ ഇന്നത്തെ കൂടി തുണി അങ്ങ് ഇട്ട് ഒരു മുട്ടക്കറി വയ്ക്കാൻ ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ച് ഇത്രയും രാവിലെ ഒരു 8 മണി 2 മണിക്കൂർ അവനെ കുറച്ചുകൂടെ പഠിച്ച് ചോദിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ചോദിച്ചു കഴിഞ്ഞ് വെള്ളമൊക്കെ തിളപ്പിച്ച് ഇനിയിപ്പോൾ ഞാൻ അവനെ കൊണ്ടുവിട്ടിട്ട് വരട്ടെ. കൊണ്ടുവിടാൻ പോയിട്ട് ബാക്കിയൊക്കെ ചെയ്യാം. ഞാൻ അവനെ വിട്ടിട്ട് വന്നു. അപ്പം വന്നതിന് ശേഷം പിന്നെ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടിട്ട് ഈ ചൂട് വെള്ളം തിളപ്പിച്ചില്ലേ ചരുവത്തി, അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോഴത്തേക്കിന് ഇത് നന്നായി മെൽറ്റായി നമുക്ക് പിഴിയാൻ നന്നായിട്ട് പറ്റും. അപ്പോൾ പുളി ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ.
ഞാൻ ആദ്യം നന്നായി എല്ലാം കൂടെ ഞെവിടിയിട്ട് മറ്റേത് ആ വലുത് ഇച്ചിരി കണ്ണി കൂടുതലുള്ള അരിപ്പിയ. അപ്പോൾ എന്നാലും ഇതിൽ പൊടി മണൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ചെറിയ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്ത്. ഒത്തിരി നാളായി രസം വെച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറികളും തീർന്നിരിക്കുക. അതുകൊണ്ട് ഇന്നൊരു രസം. പ്രൈസിന് ഭയങ്കര ഇഷ്ടമാണ് രസം. പോൾ കൂട്ടുന്നേ ഉള്ളൂ. അങ്ങനെ പ്രൈസിന് പക്ഷേ കൂടുതൽ ഇഷ്ടം അവനാ. അതുകൊണ്ട് അവൻ്റെ കാര്യം എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ പൾപ്പ് എനിക്ക് എടുക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു പേടി, മണലെങ്ങാണോ ഉണ്ടെങ്കിലേ. ഞാൻ ഇന്നാളിങ്ങനെ തൊട്ട് നോക്കണേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പൾപ്പിന് വേണ്ടി ചേർത്തിട്ട് നമ്മൾ ചിലപ്പോൾ ഈ രസം കുടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കലക്കി എടുക്കുന്നുണ്ടെങ്കിൽ വയറ്റിലെങ്ങാനും പോകുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പൾപ്പ് എടുത്തൊന്നുമില്ല. പുളിയല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത്. നമ്മൾ എത്രയും ഇതായിട്ട് ചെയ്യാമോ അത്രയും ചെയ്യുന്നത് നല്ലതല്ലേ. ഞാൻ അകത്തെ മുറിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതാ ഇടയ്ക്ക് അതിൻ്റെ കൂടെ ഞാൻ മൂളിയത്. അത് ഞാൻ റിപ്പീറ്റ് ഇട്ട് കേൾക്കുക പഠിക്കാനായിട്ട്. ഡാഡി അവിടെ ചേറെ കുത്തിയിരുന്ന് ഉറങ്ങുന്നുണ്ട്. ഡാഡി എപ്പോഴും കിടപ്പല്ലേ. പിന്നെ ഇവരെല്ലാം പോയപ്പം പിന്നെ ഇറങ്ങി ചേറെ ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു. രസത്തിൻ്റെ കൂടെ പിന്നെ ഉണക്കമീൻ വറുത്തത് നല്ലതാ. പിന്നെ മീൻതോരൻ നല്ലയാ. ചെറുപയർ തോരൻ നല്ലയാ. ഞാനൊന്ന് പൾപ്പെടുത്തൊന്ന് നോക്കി തരിതരി പോലെ ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ തരിതരി പോലെ തോന്നിയില്ല. എന്നാലും ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ കുരുമുളക് പൊടി, കാരണം ഇവിടെ പോളിനും ഇച്ചിരി ചുമയുണ്ട്. അപ്പോൾ ഇതിത്തിരി അവന് ചോറിലൊഴിച്ചില്ലെങ്കിലും ഞാൻ പറയും ഇച്ചിരി ഗ്ലാസ്സിൽ കുടിക്കാൻ. ഇച്ചിരി കൂടുതലാണ് ഇട്ടത്. ഇത്തിരി പുളിയും, അവനിത്തിരി പുളിയും എരിവും എല്ലാം ഇത്തിരി മുന്നിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് അവനിഷ്ടം. ഇതെല്ലാം ഇതിൽ ഞാൻ കുരുമുളകും ചേർത്ത് ഇത്തിരി ഉപ്പും ചേർത്ത് അത് തിളപ്പിക്കാനായിട്ട് വെക്കാം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് വെളുത്തുള്ളി എല്ലാം കൂടെ, ചിലപ്പം ഞാൻ ഇഞ്ചിയും കൂടി ഇതിൻ്റെ അകത്ത് ചതച്ച് ചേർക്കും. ഇന്ന് ഇഞ്ചി ചേർക്കുന്നില്ല. ഇന്ന് ഒരു മുട്ടക്കറിയാണ് വെക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റൈലൊരു വേറെ രീതിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് സവാള, ടൊമാറ്റോ, ഒരു 3-4 വെളുത്തുള്ളി അതൊന്ന് വട്ടത്തിൽ കീറിയിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വഴട്ടിയെടുക്കട്ടെ. പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു. ഇത് ഇങ്ങനെ ഉള്ള ആ ഷേപ്പ് പോൾമോനും ഭയങ്കര ഇഷ്ടമാണ്. എന്നും ചിന്തിക്കും ഒരു എന്തെങ്കിലും മീൻസ് സ്പെഷ്യൽ റെസിപ്പി എന്തെങ്കിലും ഇടണമെന്ന്. ഇവിടുത്തെ ഇതെല്ലാം കിച്ചണിലെ എല്ലാം പരിപാടികൾ തീരുമ്പോഴത്തേനും ഒരു സമയമാവും. പിന്നെ ചിന്തിക്കുന്ന വൈകിട്ടുണ്ടാക്കാമെന്ന്. പിന്നെ വൈകിട്ട് ഒരിത്തിരി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടൊരു പരിപാടി പറ്റുന്നില്ല. പിന്നെ ഇവൻ്റെ കൊച്ചിൻ്റെ പുറകെ ഇരുന്ന് അങ്ങ് സമയം. എന്നാലും പിന്നെ വൈകിട്ട് ആകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നാളത്തേക്കിനുള്ളതൊക്കെ ഒന്ന് കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അരി അരയ്ക്കാനുണ്ടെങ്കിൽ അരി അരച്ച് വെക്കും. പിന്നെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സമയം പോകുന്നു. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, കറിക്ക് നമ്മൾ ഞാൻ സാധാരണ മുട്ടക്കറിക്ക് വെക്കുന്നതിൻ്റെ അത്രയും മസാലകൾ ഇട്ടില്ല. കുറേശ്ശെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോയപ്പോഴത്തേക്കിന് അതൊന്ന് എടുത്തിട്ടുണ്ട്. അപ്പം എനിക്കിത് മുട്ട ഇങ്ങനെ പൊട്ടിച്ചിടേണ്ടതായതുകൊണ്ട് നല്ലൊരു 5 എണ്ണം എനിക്ക് വേണമല്ലേ. അതുകൊണ്ട് ഒരു വലിയ വീതിയുള്ള ഒരു പാനിൻ്റെ അകത്തോട്ട് ഞാൻ ഈ നമ്മൾ വഴറ്റിയ മസാലയെല്ലാം ചേർത്തിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി തീർന്നു. അപ്പം ഇച്ചിരി എരിവ് പോലെ തോന്നി. അപ്പം ഞാനൊരു പിഞ്ച് പഞ്ചസാര അങ്ങോട്ട് വിതറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് പോയി കാശ്മീരി മുളക് പൊടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല 5 പേർക്ക് വേണ്ടിയിട്ട് ഈ പാനിൻ്റെ അകത്ത് നമുക്ക് പറ്റും. നല്ല കറക്റ്റായിരുന്നു. അപ്പം ഞാനിങ്ങനെ 5 മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ടേ. തീ ഒന്ന് കുറച്ച് വെച്ചേക്കും. മുട്ട ഒഴിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെച്ചേക്കുക. അത് കഴിഞ്ഞും കുറച്ച് വെക്കും. ഈ ഫുൾ കൈ ഡ്രസ്സ് ഇട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒത്തിരി സൂക്ഷിക്കണം. അപ്പോൾ ഈ പാനിൻ്റെ പിടിയിൽ ആ കൈ കൊണ്ട് ഇപ്പോൾ കറികളെല്ലാം തറയെ കിടന്നതിനെയായിരുന്നു. എന്നാൽ ഇന്നിവിടെ നല്ല രസമായിരുന്നു. അപ്പം ഞാൻ ആ കൈ ഇനി ഫോൾഡ് ചെയ്ത് വെച്ചാലും അത് ഇച്ചിരി കഴിഞ്ഞ് വീണ്ടും താഴോട്ട് വരും. ആ പിടിക്കകത്ത് അതിൻ്റെ ആ ഹാൻഡിലെ കൊണ്ടത് മറിയാൻ തുടങ്ങി കറി. ഇത്രയും ചെയ്തിട്ട് ആ കറി തറയെ വീഴുമായിരുന്നെങ്കിൽ ആ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കുക. എൻ്റെ അമ്മോ, മെനക്കെട്ടതെല്ലാം വെള്ളത്തിലായിപ്പോയി.
പോയേന്. ഞാൻ പൊട്ടിച്ചിട്ട് തീ കുറച്ച് വെച്ചേക്കുവാണേ. അത് തിളയ്ക്കുന്നുണ്ട്, എന്നാലും തീ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ ഞാനൊന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് നമുക്ക് അടച്ചു വയ്ക്കാമേ. നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി അത് കടുക് വറക്കണേ. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, ഇച്ചിരി കറിവേപ്പില. പോൾമോന് ഉച്ച വരെ ഉള്ളായിരുന്നു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ വന്നു. മൊബൈൽ അവിടെ വെച്ചിട്ട് പോകും. ഇച്ചിരിയും കൂടെ ഒന്നാവട്ടെ. ആ പപ്പ അതിൽ കൊണ്ടുവന്നു. ഞാനാണോ? പപ്പ കൈ കിട്ടിയതെല്ലാം കുറേയും കൊണ്ടുവന്നു. അതിൽ നിന്ന് 2 അപ്പച്ചനോടെ കൊടു, പിന്നെ ഞാൻ വേറെ എടുത്തു തരാം. അവൻ ചിപ്സ് തിന്നാൻ നേരം ഞാൻ പറഞ്ഞു അപ്പച്ചനോട് 2 കൊടുക്കുക, പിന്നെ ഞാൻ വേറെ എടുത്തു തരാം. കാശ്മീരി മുളക് പൊടി തീർന്നു, വാങ്ങിക്കാൻ മറന്നും പോയി. ഇത് ഭയങ്കര എരിവാണ്. അത് കാശ്മീരി അല്ല, എരിവുള്ളതാണ്. ആ ഇത് നീ കുടിക്കും. കുരുമുളകിൻ്റെ എരിയുണ്ട്. ആ നിനക്ക് രസം ഇഷ്ടമല്ലല്ലോ അത്ര. പ്രൈസൻ്റെ ഫേവറേറ്റാണ്. അതിപ്പോൾ പോള് ചിന്തിക്കുമോ പ്രൈസൻ്റെ മാത്രം മമ്മി ഉണ്ടാക്കുന്നത്, അങ്ങനെ ചിന്തിച്ചോടാ. നിനക്കറിയാം മമ്മി എനിക്കും ഉണ്ടാക്കുന്നില്ലേ. പ്രൈസന് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നീ മനസ്സിൽ ചിന്തിച്ചോ പ്രൈസന് ഇഷ്ടമുള്ള മമ്മി ഉണ്ടാക്കുന്നതെന്ന്. ആ അന്നേരം നിനക്കറിയാമോ മമ്മി എനിക്കും ഉണ്ടാക്കുമെന്ന്. നിൻ്റെ ഇഷ്ടമുള്ളതും ഞാൻ ഉണ്ടാക്കത്തില്ലേ. ടൊമാറ്റോ ചട്നി നിനക്കല്ലേ ഇഷ്ടം, പ്രൈസന് ഇഷ്ടമല്ല. എൻ്റെ ഫേവറേറ്റ് ഏതാടാ? അപ്പട്ട് കഴിക്കുന്ന മുട്ട. പോച്ചത് ഞാൻ മുട്ടക്കറി ഇങ്ങനെ സ്റ്റൈലിൽ ഉണ്ടാക്കിയത്. തിരിച്ചിടണ്ടേ? നിനക്ക് തിരിച്ചിടാതെ തരാം, ബാക്കിയുള്ളവർക്ക് തിരിച്ചിടാം. ചെയ്യാൻ പൊട്ടരുതില്ലേ. അത് ഇങ്ങനെ ഇതുപോലൊരു സ്പൂൺ എടുക്കുവാണെങ്കിൽ കറക്റ്റ് കിട്ടും. ആ ഇനി അതിച്ച് പൊട്ടുമെന്ന് തോന്നുന്നു. പൊട്ടിയില്ലടാ. ദൈവത്തിന് സ്തോത്രം. ടെസ്റ്റ് പാസ്സാവുന്നത് പോലുണ്ട്. ഇന്നത്തെ ടെസ്റ്റ് പോലെ. ഇത് മാറ്റ്. ഞാൻ ഇപ്പൊ തീ കൂട്ടി അതിനെ ഒന്ന്. അയ്യോ എവിടാടാ പൊട്ടിയത്? എവിടാടാ പൊട്ടി? ആ പൊട്ടി. എവിടാടാ പൊട്ടിയത്? ചേരം കൂടെ കിടന്നിട്ട് അവിടെ കൂടെ നീ ഇപ്പൊ ഡ്രസ് മാറുന്ന ക്ലാസ് ഉണ്ടോ? ചോദിച്ചോ? ഇല്ലെന്ന് പറഞ്ഞോ? അത് പിന്നെ ഒരു ഇച്ചിരി നേരം കൂടെ ഞാൻ അവിടെ അങ്ങനെ തീയിലിട്ടിരുന്നു. അപ്പോൾ അടിവശം പെട്ടെന്ന് വേവുമല്ലേ. എന്നിട്ട് പിന്നെ തീ ഓഫാക്കി. പക്ഷേ നല്ല അടിപൊളിയില്ല, റോസ്റ്റ് ചെയ്തതുപോലെ ഇരുന്നു. നല്ല അതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റായിരുന്നു. പിള്ളേർക്കും ഇതാ ഇഷ്ടം. എനിക്കിങ്ങനെ മുട്ട ബോയിൽ ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്നത് എനിക്കിഷ്ടം. അപ്പോൾ അതും ഒരു ഇച്ചിരി ഗ്രേവിയും കൂടെ കൊടുക്കുമ്പോൾ മുട്ട നമുക്ക് നന്നായി കഴിക്കാൻ പറ്റും. ഇനിയും കാണിക്കുന്നത് ഇന്നലെ രാത്രി കാണിച്ച സംഭവമാണ്. കിലോകളെടുത്ത്
വിരിക്കാൻ പോവാ. അപ്പോൾ അവൻ എങ്ങനെയാടാ പറഞ്ഞടാ, ബാങ്കട ചായക്ക ബാങ്കട, അയല വേണോ അയല 20 രൂപയാ, വേണമെങ്കിൽ 15 രൂപയാക്കാന്ന്. ഈ എത്ര എണ്ണം ഉണ്ടടാ 20 രൂപയ്ക്ക്? ഫോടെ ഇറക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ കുറേ നേരം കൊണ്ടേ പറയുക. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. അയല വേണോ അയല 20 രൂപയ്ക്കാണെങ്കിൽ അയല തരാം, 20 രൂപയാണ് അയല, വേണമെങ്കിൽ 15 രൂപയ്ക്ക് തരാം. അപ്പോൾ ഡാഡിക്ക് ചപ്പാത്തിക്ക് ഞാൻ ഇതാ കൊടുത്തത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല റോസ്റ്റ് പോലെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു, ഗുഡ് ബൈ.